നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. റേഷൻ കടയിലെ മസ്റ്ററിംഗ് ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പലതവണയായി സെർവർ മുടക്കത്തെ തുടർന്ന് റേഷൻ കടയിൽ പോയി അരി വാങ്ങാനോ മസ്റ്ററിംഗ് നടത്താനോ രണ്ടും സാധിക്കുന്നില്ല. അങ്ങനെ പലവിധ ചർച്ചകൾക്കും സെർവർ പരിശോധനകൾക്കും ശേഷം ഇന്നായിരുന്നു ആ മസ്റ്ററിംഗ് ദിവസം. ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത, റേഷൻ കടകളിൽ മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങിയെന്നാണ്. സെർവർ തകരാറായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് രാവിലെ മുടങ്ങിയത്. രാവിലെ 8 മുതൽ രാത്രി 7 വരെ ക്യാമ്പ് നടത്താമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത്. വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു അവർ. മഞ്ഞ, പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണം എന്നായിരുന്നു നിർദ്ദേശം. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ EKYC നടത്തുവാൻ 15 മുതൽ 17 വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു. റേഷൻ കടകളിലെ POS മെഷീനുകളുടെ മാത്രമേ EKYC മസ്റ്ററിംഗ് സാധിക്കുന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് പരിപാടികൾ. ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിൽ മഞ്ഞ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തി നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി JR അനിൽ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് 16 മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മുൻഗണനാ കാർഡ് ഉടമകളുടെ റേഷൻ വിതരണം തടസ്സപ്പെടുത്താതിരിക്കാൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം. ഇതുവരെ മഞ്ഞ, പിങ്ക് മുൻഗണനാ കാർഡ് ഉടമകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് 10% മാത്രം പേരാണ്. റേഷൻ കാർഡിൽ പേരുള്ളവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ വിതരണം മുടങ്ങും എന്നതാണ് ഏറ്റവും വലിയ ദുരിതം. റേഷൻ കടകളിലെ POS യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് EKYC റേഷൻ മസ്റ്ററിംഗ്. റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ടെന്നും ഉറപ്പാക്കാനാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇത് സൗജന്യമാണ്. റേഷൻ കാർഡിൽ പേരുള്ള 5 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. കുട്ടികളുടെ ബാല ആധാർ കാർഡും അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വരും. പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനായി പെൻഷൻ മസ്റ്ററിംഗും സർക്കാർ നടത്തുന്നുണ്ട്. കേരളത്തിലെ തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്നവരും കൂടാതെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടും പോകാം. ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിരലടയാളം വഴിയോ ഐറൈസ് വഴിയോ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. മസ്റ്ററിംഗ് നടത്തുന്നതിന് അക്ഷയയിൽ ഫീസ് ഇല്ല എന്നതാണ് ശ്രദ്ധേയം. വന്നിപ്പോൾ അരിയുമില്ല, പെൻഷനുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം എന്ന് പറയാം.